ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദൈവവചന കേൾവി നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമാക്കി തീർക്കും. കഴിഞ്ഞ നാളുകളിൽ നാം കടന്നുപോയ പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും കഷ്ടതയുടെയൊക്കെ മധ്യത്തിൽ പരിശുദ്ധനാം ദൈവം തൻ്റെ വചനത്തെ അയച്ച് നമ്മെ വിടിവിച്ചു എങ്കിൽ ആ ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമാക്കി തീർന്നു എങ്കിൽ തീർച്ചയായും ഇന്നത്തെയും ഈ ദൈവവചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്, വലിയൊരു വിടുതലിന്, പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് കാരണമാക്കി സർവശക്തനാം ദൈവം തീർക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിഷയത്തെ കൊണ്ടുവരുവാൻ ദൈവനാമത്തെ ശരണപ്പെടുകയാണ്. ആ വിഷയം ഇതാണ്: പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങൾ അഴിയുമോ? പ്രാർത്ഥിച്ചാൽ പൈശാചിക ശക്തികൾ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, ഭാവി മണ്ഡലങ്ങളെ, കുടുംബ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ, ഭൗതിക മണ്ഡലങ്ങളെ, ശാരീരിക മേഖലകളെ, അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തി ജീവിതങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പ്രാർത്ഥനയിലൂടെ അഴിയുമോ? അഴിയുമെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിനുള്ള തെളിവ് എന്താണ്? ഈ ഒരു വിഷയത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. നാം വേദപുസ്തകം വായിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലെ പ്രാർത്ഥനകളെ നമുക്ക് കാണുവാനായി കഴിയും. പ്രത്യേകിച്ച് വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ആകരുത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നെല്ലാം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് വ്യക്തമായി കാണുവാനായി കഴിയും. അതിൽ ചില പ്രാർത്ഥനാ രീതികളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രാരംഭമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നാമതായി വേദപുസ്തകം ദൈവജനത്തോട് പറയുകയാണ്, ദൈവമക്കളുടെ പ്രാർത്ഥന എങ്ങനെയാകരുത്? ദൈവമക്കളുടെ പ്രാർത്ഥന ജാതികളുടെ പ്രാർത്ഥന പോലെയാകരുത്. അഥവാ ജാതികൾ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. എന്താണ് ജാതികളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ്, ജാതികൾ ജൽപ്പനം ചെയ്യുകയാണ്. ജൽപ്പനം ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? ജൽപ്പനം എന്ന് പറയുമ്പോൾ പറഞ്ഞതിനെ തന്നെ ആവർത്തിച്ചു വീണ്ടും പറയുക, തന്നെയും പിന്നെയും ഒരു കാര്യത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ജൽപ്പനം എന്ന് പറയുന്നത്. അപ്പോൾ ജാതികൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവർ ഒരേ കാര്യത്തെ ആവർത്തിച്ച് അവർ സേവിച്ച് നിൽക്കുന്ന ദൈവത്തോട് പറയുകയാണ്. അത് മുഖാന്തരം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതിഭാഷണത്താൽ, തന്നെയും പിന്നെയും പറയുന്നത് മുഖാന്തരം അവരുടെ ഹൃദയത്തിനകത്തൊരു തോന്നലുണ്ട്, അവരുടെ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമെന്ന്. ഒരു കാര്യത്തെ തന്നെ ആവർത്തിച്ചു പറയുന്നത് മുഖാന്തരം അവർ സേവിക്കുന്ന ദൈവം അവരുടെ വിഷയത്തെ കുറിച്ച് അറിയുകയും ആ വിഷയത്തിൽ അവരുടെ ദൈവം അവർക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്യുമെന്ന് ജാതികളുടെ ഹൃദയത്തിനകത്തൊരു തോന്നലുണ്ട്. ആ പ്രാർത്ഥനാ രീതിയെ നോക്കിയിട്ട് ദൈവം ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്. പിന്നെ ദൈവമക്കൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കേണ്ട ഉറപ്പെന്താണ്? 6-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ: നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നില്ലയോ? കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ? നിങ്ങൾ യാചിക്കും മുമ്പേ. നിങ്ങൾ യാചിച്ചതിന് ശേഷമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമല്ല, നമ്മൾ 7 ദിവസം ഉപവസിച്ചതിന് ശേഷമല്ല, നമ്മൾ 21 ദിവസം ഉപവസിച്ചതിന് ശേഷമല്ല, നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ദൈവത്തോട് പറഞ്ഞതിന് ശേഷമല്ല നമ്മുടെ ദൈവം നമ്മുടെ വിഷയത്തെ അറിയുന്നത്. ദൈവമക്കളുടെ ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ വിഷയത്തെ ഞാൻ പറഞ്ഞതിന് ശേഷം അറിയുന്നവനല്ല. ഞാൻ എൻ്റെ വിഷയത്തെ അറിയുന്നതിനേക്കാൾ മുന്നമേ, എൻ്റെ കുടുംബത്തിൽ കടന്നു വരുന്ന വിഷയം ഞങ്ങൾ അറിയുന്നതിനേക്കാൾ മുന്നമേ, ഈ ദിവസങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ കടന്നു വന്ന വിഷയം ഞാൻ അറിയുന്നതിന് മുന്നമേ, എൻ്റെ കുടുംബം അറിയുന്നതിനേക്കാൾ മുന്നമേ, എൻ്റെ
എൻ്റെ ദൈവം അറിഞ്ഞിട്ടുണ്ട്, ആ ദൈവം അതിനകത്ത് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ അകത്ത് ഉറപ്പുണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നമ്മൾ ജാതികളെ പോലെയാകരുത്. 7 ദിവസം ഉപവസിച്ചാലേ ദൈവം പ്രാർത്ഥന കേൾക്കൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. 21 ദിവസം ഉപവസിച്ചാലേ ദൈവം എന്റെ വിഷയത്തെ കുറിച്ച് അറിയൂ എന്ന് ചിന്തിക്കരുത്. 7 ദിവസവും 21 ദിവസവും 40 ദിവസവും ഉപവസിക്കണം. കാരണം ആ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങൾ ഉപവസിക്കണമെന്ന്. എന്നാൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു ചിന്തയുണ്ടാകരുത്, ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് കാര്യം പറയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ വിഷയത്തെ കുറിച്ച് അറിയുകയും എൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ചിന്തിക്കരുത്. നാം പറയുന്നതിനേക്കാൾ മുന്നമേ നമ്മൾ നമ്മുടെ വിഷയത്തെ അറിഞ്ഞിരിക്കുന്നതിനേക്കാളും ആഴത്തിൽ നമ്മുടെ വിഷയത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിച്ചിരിക്കുന്നത്, നാം സേവിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നാം മുട്ടുമടക്കുന്നതെന്ന ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം പറയുവാനുള്ള ദൈവത്തിന്റെ ആലോചന ഇതാണ്. നിങ്ങളുടെ വിഷയം, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയം നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ മുന്നമേ ആരംഭത്തിൽ തന്നെ അവസാനവും അറിഞ്ഞിരിക്കുന്ന ദൈവത്തിന് സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ മുന്നമേ നിങ്ങളുടെ വിഷയത്തെ അറിഞ്ഞ ദൈവം ആ വിഷയത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ചെയ്യുവാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ഉപവസിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. പക്ഷെ നാം അതുകൊണ്ട് ചിന്തിക്കരുത്, ഞാൻ 7 ദിവസവും 3 ദിവസവും 21 ദിവസവും 40 ദിവസവും ഉപവസിച്ചതിന് ശേഷമാണ് എൻ്റെ ദൈവം എൻ്റെ വിഷയത്തെ അറിയുകയും എനിക്ക് സൊല്യൂഷൻ ഒരുക്കി തരികയും ചെയ്തതെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കുന്നില്ല. ദൈവം പറയുന്നു അത് ജാതികളുടെ പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവമക്കളുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ ദൈവം എൻ്റെ വിഷയത്തെ ഞാൻ അറിയുന്നതിനേക്കാളും വ്യക്തമായി എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ഇന്ന് വരെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ നാളുകളിൽ എന്ത് സംഭവിക്കുമെന്നും, ഇന്നലകളിൽ എന്താണ് സംഭവിച്ചതെന്നും, നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും വ്യക്തമായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന ഉത്തമ ബോധ്യം ദൈവമക്കളുടെ അകത്തുണ്ടായിരിക്കണം. ദൈവം പറയുന്നു, ദൈവമക്കൾ ഒരിക്കലും ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്. അപ്പോൾ ദൈവവചനം ഒന്നാമതായി ദൈവമക്കളോട് പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥന പോലെയാകരുത്? ജാതികളുടെ പ്രാർത്ഥന പോലെയാകരുത്. രണ്ടാമതായി മറ്റൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത്. അപ്പോൾ രണ്ടാമതായി വേദപുസ്തകം നമ്മോട് പറയുകയാണ്, ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ ആരെ പോലെ പ്രാർത്ഥിക്കരുത്? കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. എന്താണ് കപടഭക്തിക്കാരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കപടഭക്തിക്കാർക്ക് പള്ളിക്കകത്തും പരസ്യ യോഗങ്ങൾക്കകത്തും തെരുക്കോണുകളിലും കൺവെൻഷൻ സ്റ്റേജുകളിലും മാത്രമേ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളൂ. അങ്ങനെ പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ വിളിക്കുന്ന പേരാണ് കപടഭക്തിക്കാരൻ. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. പള്ളിയിലും തെരുക്കോണുകളിലും പരസ്യയോഗങ്ങളിലും കൺവെൻഷൻ സ്റ്റേജുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ പാസ്റ്ററെ? ഒരിക്കലുമല്ല. പള്ളിക്കകത്ത് പ്രാർത്ഥിക്കുന്നതോ, ഒരു കൂട്ടായ്മയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നതോ, ഒരു പരസ്യ യോഗത്തിൽ പ്രാർത്ഥിക്കുന്നതോ, കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രാർത്ഥിക്കുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷേ 10 ആൾ കൂടി വരുന്നിടത്ത് മാത്രമേ അഭിഷേകം വരുന്നുള്ളൂ എങ്കിൽ, 10 ആൾ കൂടി വരുന്നിടത്ത് മാത്രമേ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ എങ്കിൽ, 10 ആളിന്റെ മുമ്പിൽ ഹീറോയാകാൻ വേണ്ടി മാത്രമേ പ്രസംഗം വരുന്നുള്ളൂ എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് കപടഭക്തിക്കാരെന്ന് പറയുന്നത്. ദൈവജനത്തെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ
ദൈവമക്കളുടെ പ്രാർത്ഥന ഒരിക്കലും അങ്ങനെയായി തീരരുത്. പിന്നെ ദൈവമക്കൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിന്റെ 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. പിന്നെ ദൈവമക്കൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ദൈവവുമായി ഒരു വ്യക്തിബന്ധം ഉണ്ടായിരിക്കണം. അറയിൽ കയറി വാതിലുകൾ അടയ്ക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്നവൻ ആദ്യം വാതിലടയ്ക്കണം. എന്താ വാതില്? നിങ്ങളുടെ ചിന്തകളെ പല വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ പല വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവജനത്തിന്റെ ശ്രദ്ധകളെ തെറ്റിക്കുന്ന എല്ലാ വാതിലുകളും, അത് വാട്സാപ്പ് ആകട്ടെ, അത് ഫേസ്ബുക്ക് ആകട്ടെ, അത് മറ്റേതെങ്കിലും ആകട്ടെ, എല്ലാ വാതിലുകളും അടച്ചിട്ട് ദൈവസന്നിധിയിൽ കയറി വന്നിരുന്ന് ദൈവത്തോട് ഒരുവൻ രഹസ്യമായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അവനെ നോക്കി ദൈവം പ്രസാദിക്കും. അവന്റെ പ്രാർത്ഥനയിൽ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കേവലം പള്ളിക്കകത്ത് ഒതുങ്ങിപ്പോകരുത്. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, ഏതെങ്കിലും കുടുംബ കൂട്ടായ്മകൾക്കകത്ത് പോകുമ്പോൾ, ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് പോകുമ്പോൾ അവിടുത്തെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2.5 മണിക്കൂറോ ആയി പോകരുത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിങ്ങൾ എവിടെയായിരുന്നാലും വ്യക്തിപരമായി സമയങ്ങളെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് രഹസ്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ ജീവിതത്തെ പടുത്തുയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ അനുവദിക്കാതെ ഏതെങ്കിലും പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ ബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്തട്ടെ. എന്നെ കേൾക്കുന്ന ചില ഹൃദയത്തിൽ പറയുന്നുണ്ട്, അതേ പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഇനി ദിവസത്തിൽ സമയങ്ങളെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയങ്ങളെ വേർതിരിക്കണമെന്നൊക്കെ അകത്ത് ആഗ്രഹമുണ്ട് ദൈവദാസന്. പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. ക്ഷീണങ്ങൾ വരുന്നു, രോഗങ്ങൾ, പ്രയാസങ്ങൾ, മറ്റു പല ചിന്തകൾ, നിരാശകൾ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ മനസ്സ് മടുത്തു പോവുകയാണ്. അത്തരത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ആ ബന്ധനത്തെ അഴിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മടിപ്പിക്കുന്ന ചിന്തകളെ കൊണ്ടിടുന്ന രോഗാത്മാക്കളെ കൊണ്ടിട്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ആ സാത്താന്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ ജനത്തിന്റെ വിധ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. ഓ റമനവ ശംദന, കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥനാ ജീവിതം നയിക്കാതെ പരിശുദ്ധനാം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ അവിടെ തന്നെ സഹായിക്കണമേ എന്ന് ആരെല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിച്ച് ദൂതനെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. പറഞ്ഞ ഞാൻ ജാതിയെ പോലെ പ്രാർത്ഥിക്കത്തില്ല, എന്റെ പ്രാർത്ഥന ഇനി കപടഭക്തിക്കാരനെ പോലെ ആകത്തില്ല. എന്റെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവസന്നിധിയിൽ കയറി വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാതെ നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു എന്ന് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്തോടുകൂടെ ഇന്ന് പകൽക്കാലം കൽപ്പിക്കുക. അത്ഭുതങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമതായി ദൈവം പറയുകയാണ്, നിങ്ങൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്. രണ്ടാമതായി ദൈവം പറയുകയാണ്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. മൂന്നാമതായി ഒരു പ്രാർത്ഥന നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അത് യഹൂദന്മാരുടെ പ്രാർത്ഥനയാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ വളരെ വിരളമായി മാത്രമേ നമുക്ക് വേദപുസ്തകത്തിൽ യഹൂദന്മാരുടെ പ്രാർത്ഥനയിൽ കാണുവാനായി കഴിയൂ. അവർക്ക് അകത്തൊരു ചിന്തയുണ്ട്, ദൈവം ഞങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു മനോഭാവത്തോടു കൂടെയാണ് അവർ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയുന്നു. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ചുരുക്കം ചില യഹൂദന്മാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയും. എന്നാൽ അവരുടെ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകതയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വാക്യം വായിക്കുവാനായി ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന യോഹന്നാൻ കാണുന്ന ഒരു വെളിപ്പാടുണ്ട്.
ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകളെ ഒന്ന് തിരിച്ച്, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ വെളിപ്പാട് കാണുകയാണ്. യാഗപീഠത്തിൻ കീഴിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ കാണുകയാണ്. എന്ന് വെച്ചാൽ മഹോപദ്രവ കാലത്ത് യഹൂദന്മാരിൽ 666 മുദ്ര ഏൽക്കപ്പെടാത്തവർ, പീഡനങ്ങളാൽ കൊല്ലപ്പെട്ടവർ, അവരുടെ ആത്മാക്കളെ യോഹന്നാൻ എവിടെ കാണുകയാണ്? യാഗപീഠത്തിൻ കീഴിൽ കാണുകയാണ്. അവർ അടുത്ത് എന്താണ് ചെയ്യുന്നത്? അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്നവർ ഉറക്കെ നിലവിളിച്ചു. കണ്ടോ, മഹോപദ്രവകാലത്ത് 666 എന്ന മുദ്ര ഏൽക്കപ്പെടാതെ പീഡനങ്ങളാൽ അറുക്കപ്പെട്ടവരുടെ, കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ കിടക്കുന്നത് യോഹന്നാൻ വെളിപ്പാടിനാൽ കാണുകയാണ്. ആ യാഗപീഠത്തിന്റെ കീഴിൽ മരിക്കപ്പെട്ട് കിടക്കുന്ന യഹൂദന്മാരുടെ ആത്മാക്കൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുത്തിയവരോട് ദൈവമേ നീ പ്രതികാരം ചെയ്യണമേ. ഈ പ്രാർത്ഥനയെ വിളിക്കുന്ന പേരാണ് പ്രതികാരത്തിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ഇല്ല. പുതിയ നിയമസഭയെ ദൈവം പഠിപ്പിച്ചത് നിന്റെ ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കിടക്കുക. കാൽവറിയുടെ കുലക്കളത്തിൽ കിടക്കുന്ന യേശു കർത്താവ് പ്രാർത്ഥിച്ചതെന്താ? ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, പുതിയ നിയമസഭയ്ക്ക് പ്രതികാരത്തിന്റെ പ്രാർത്ഥനയില്ല. പ്രതികാരത്തിന്റെ പ്രാർത്ഥനയെ ദൈവം ഇഷ്ടപ്പെടുന്നതുമില്ല. ഉടകമനവ ശന്തൽ കൗടവതരകറ്റസി, എനിക്ക് വിരോധമായി, എന്റെ കുടുംബത്തിന് വിരോധമായി, എന്റെ തലമുറയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചവരെ ദൈവമേ നീ വെറുതെ വിടരുത്. എന്റെ കുടുംബത്തിന് ഈ അവസ്ഥ വരുത്തിയവരെ ദൈവമേ നീ വെറുതെ വിടരുത്. അവര് അറിയണം ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്ന് അങ്ങ് കാണിച്ചു കൊടുക്കണം. ആ തലമുറയ്ക്ക്, എന്റെ തലമുറയെ വരുത്തിയതുപോലെ തന്നെ, എന്റെ തലമുറയിൽ സംഭവിച്ചതുപോലെ തന്നെ അവരുടെ തലമുറയ്ക്കും വരണം. അപ്പോഴേ അവര് മനസ്സിലാകത്തുള്ളൂ ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്ന്. ഇതെല്ലാം പ്രതികാരത്തിന്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന സഹോദര ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഈ പ്രാർത്ഥന സഹോദരി ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നതുമില്ല. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ എന്നോട് പറയും, ദൈവദാസ ഞങ്ങൾ ഇത് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പോഴെല്ലാം ഞങ്ങളോട് കളിച്ചവരെ ദൈവം കളി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നിങ്ങളൊരു സത്യത്തെ തിരിച്ചറിയുക. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥന കേട്ടത് ദൈവമല്ല. നിങ്ങൾ യേശുവേ എന്നോടും എൻ്റെ കുടുംബത്തോടും ഇങ്ങനെ ചെയ്തവരോട് അങ്ങ് പ്രതികാരം ചെയ്യണമേ, അവരെ ദൈവമേ നീ തൊടണമേ, അവർക്കും ഈ അവസ്ഥ വന്നാലേ അവർ പഠിക്കത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ യേശു ഈ പ്രാർത്ഥന കേട്ടിട്ടില്ല. ഈ പ്രാർത്ഥന കേട്ടത് സാത്താനാണ്. അവൻ നിങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തന്നു. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആ കുടുംബത്തിനകത്ത് അനർത്ഥങ്ങൾ വന്നു. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആ കുടുംബത്തിനകത്ത് അപകടങ്ങൾ വന്നു. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആ തലമുറകൾ നശിച്ചുപോയി. പക്ഷെ ആ പ്രാർത്ഥന കേട്ടത് ദൈവമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, നമ്മുടെ കർത്താവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ പ്രാർത്ഥന കേട്ടത് സാത്താനാണ്. അതിലൂടെ സാത്താൻ നിങ്ങളെ വഞ്ചിച്ചു. എന്താ? നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യം സാത്താൻ നടത്തി തന്നു. അതിലൂടെ നിങ്ങൾ ചിന്തിച്ചു, ഇനി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ ആ പ്രാർത്ഥനകൾ പിന്നെയും പിന്നെയും ആവർത്തിച്ചു തുടരുവാനിടയായി. ഇത് മുഖാന്തരം എന്താ സംഭവിക്കുന്നത്? ഇത് മുഖാന്തരം നിങ്ങൾ നിത്യത നഷ്ടപ്പെടുകയാണ്. ഇത് മുഖാന്തരം നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇത് മുഖാന്തരം നിങ്ങൾ സാത്താനെ സേവിക്കുന്നവരായി തീരുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, ആ പ്രാർത്ഥനാ രീതികളെ വെടിഞ്ഞുകൊണ്ട് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലേക്ക്, പുതിയ നിയമസഭ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ രീതികളിലേക്ക് കയറി വരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരികയാണ്. പ്രതികാരത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നത് നമ്മുടെ ദൈവമല്ല, പ്രതികാരത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. പുതിയ നിയമസഭയുടെ ദൈവം എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്:
ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. 23-ാമത്തെ വാക്യത്തിൽ പറയുക, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പുതിയ നിയമസഭ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന്, എങ്ങനെയെന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ജാതികളുടെ പ്രാർത്ഥന പോലെ ജൽപ്പനമായി പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥന മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന കപടഭക്തിക്കാരുടെ പ്രാർത്ഥന പോലെയാകരുത്. മൂന്നാമതായി ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രതികാരത്തിന്റെ പ്രാർത്ഥന പുതിയ നിയമസഭയിലെ ദൈവമക്കൾക്കുള്ളതല്ല. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാകരുത്. നമുക്ക് വിരോധമായി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി, നമ്മുടെ തലമുറകൾക്ക് വിരോധമായി ഹല്ലേലൂയ പ്രവർത്തിച്ച പലരും ഉണ്ടായിരിക്കാം. ദൈവസന്നിധിയിൽ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച, കർത്താവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ, അവരോട് കരുണ കാണിക്കണമേ. ആ വ്യക്തികൾ രക്ഷിക്കപ്പെടട്ടെ, അവർ മാനസാന്തരപ്പെടട്ടെ, അവർ ദൈവവചനത്തെ പ്രമാണിക്കട്ടെ, അവരും നിത്യതയുടെ അവകാശിയായി തീരട്ടെ, അവരും ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയട്ടെ എന്ന് നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പുതിയ നിയമസഭയോട് ദൈവം പറയുന്നു, നിങ്ങൾ ജാതികളെ പോലെ, കപടഭക്തിക്കാരെ പോലെ പ്രതികാരത്തിന്റെ പ്രാർത്ഥനകൾ, ജൽപ്പനത്തിന്റെ പ്രാർത്ഥനകൾ, മനുഷ്യർക്ക് വിളങ്ങുന്ന പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യരുത്. അടുത്ത വേദപുസ്തകം പഠിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ രീതിയാണ് അപ്പോസ്തലരുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അടുത്ത ദൈവം പറയുന്ന പ്രാർത്ഥനാ രീതികളിൽ ഒരു പ്രാർത്ഥനാ രീതിയാണ് ദൈവസഭയുടെ പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥനാ രീതിയാണ് ആത്മാവിലെ പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസത്താൽ പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി. ഇന്ന് പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ദൈവസന്നിധിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കാനിരുന്നേ ശ്രദ്ധയോടെ ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തെ ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് പോരാടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വിടുതലെടുക്കുവാൻ കഴിയും. ഇത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. ശ്രദ്ധയോടെ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു ദൈവ പൈതൽ ദൈവവചനം പറയുന്ന രീതിയിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന വിഷയം എത്ര കടുങ്കെട്ടുള്ളതായാലും ആ കെട്ടുകളെ പൊട്ടിച്ച് വിടുതലുകളെ നിങ്ങൾക്ക് തരാൻ ദൈവത്തിന് കഴിയും. ഈ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ട് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ കയറിയിരുന്ന് നോക്കിയേ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ ഒരു തെളിവ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു. അതിനൊരു വാക്യം വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്നും അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞും ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. നോക്കിയേ, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അവിടത്തെ നാട്ടുകാർ അവനെ ചങ്ങല കൊണ്ടും വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കുന്നു. എന്നാൽ അവൻ ചങ്ങലകളെയും വിലങ്ങുകളെയും എന്ത് ചെയ്യുകയാണ്? ഒടിച്ചു കളയുകയാണ്, പൊട്ടിച്ചു കളയുകയാണ്. ഒന്ന് ചിന്തിച്ചേ, ഇതൊരു സാധാരണ മനുഷ്യന്റെ കായിക ശക്തി കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഹല്ലേലൂയ, നമ്മുടെ കരത്തിൽ ഇട്ടിരിക്കുന്ന ചങ്ങലയെ അല്ലെങ്കിൽ ഹല്ലേലൂയ ബന്ധിച്ചിരിക്കുന്ന വിലങ്ങുകളെ പൊട്ടിക്കുക എന്നത് ഒരു സാധാരണ മനുഷ്യന്റെ ശക്തി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ ചങ്ങലയെ പൊട്ടിച്ചത്? പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ വിലങ്ങിനെ പൊട്ടിച്ചത് എന്ന് ചോദിച്ചാൽ, യവന്റെ അകത്തിരിക്കുന്ന ദുരാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഈ മനുഷ്യൻ ഇതിനെ പൊട്ടിക്കുവാനിടയായത്. യവന്റെ അകത്തിരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മനുഷ്യൻ ബന്ധിച്ച ബന്ധനത്തെ അവന് പൊട്ടിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ദൈവം തരുന്ന തെളിവിതാണ്. നീ പ്രാർത്ഥിച്ചാൽ ചങ്ങല പൊട്ടും. കാരണം എന്താ?
അശുദ്ധാത്മാവ് അകത്തുണ്ടായിരുന്ന മനുഷ്യൻ അശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവനെ ബന്ധിച്ചിരുന്ന ബന്ധനത്തെ അവൻ പൊട്ടിച്ചുവെങ്കിൽ, ദൈവാത്മാവുള്ള മനുഷ്യൻ അവന്റെ അകത്തിരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടിപ്പോകും, ചങ്ങലകൾ പൊട്ടിപ്പോകും. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, ദുരാത്മാവ് ചങ്ങലയെ പൊട്ടിച്ചെങ്കിൽ, ദുരാത്മാവിന്റെ ശക്തിയാൽ വിലങ്ങുകളെ ഉരുമി പൊട്ടിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വഹിക്കുന്ന ദൈവപൈതലേ, ദൈവം അകത്ത് വസിക്കുന്ന ദൈവപൈതലേ, നിന്നാൽ കഴിയാതിരിക്കുമോ? നിന്റെ ശക്തിയെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കയറി വന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ഭാവിയെ, നിന്റെ തലമുറയുടെ ഭാവിയെ, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ, നിന്റെ നന്മകളെ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതകളെ, നിന്റെ ശാരീരിക മണ്ഡലത്തെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനത്തെ കണ്ട് നീ കരയാതെ, നിരാശനായിരിക്കാതെ, ആത്മാവിൽ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കയറി വന്ന് ആത്മാവിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദുരാത്മാവിന്റെ ശക്തിയാൽ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ അവന്റെ ശരീരത്തെ ബന്ധിച്ചിരുന്ന മനുഷ്യൻ ബന്ധിച്ച ബന്ധനത്തെ പൊട്ടിച്ചെങ്കിൽ, അശുദ്ധാത്മാക്കൾ നിന്നെ ബന്ധിച്ച ബന്ധനത്തെ, നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനത്തെ നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പൊട്ടിക്കുവാൻ കഴിയും. ഹൂഡമാനവ ശബ്ദരാജകഥന ഹല്ലേലൂയ അടകമനബല ദുരകതരകര ശബ്ദൽ ഖൗഡബദന. ആത്മശക്തിയോടെ ഇന്ന് ഈ ദൂതനെ ഏറ്റെടുക്കുക. പ്രാർത്ഥനയാൽ ബന്ധനങ്ങൾ പൊട്ടുമോ? പൊട്ടു. അകത്തിരിക്കുന്ന ശക്തിയെ, ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, നിരന്തരമായി ആത്മാവിൽ പോരാടാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധനാം ദൈവം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഏത് വലിയ ബന്ധനമായാലും, 3-ാം വേദം ചൊല്ലിക്കെട്ടിയതായാലും 18-ാം വേദം ചൊല്ലിക്കെട്ടിയതായാലും, ഏത് വേദം ചൊല്ലിക്കെട്ടിയ കെട്ടായാലും എന്റെ ദൈവം പൊട്ടിച്ചിരിക്കും. ഹോ റീമാനവ ശബ്ദരാജകഥന അടകമന ധിരകച്ചരക്ഷസി. സമനില തെറ്റി നടക്കുന്ന നിന്റെ തലമുറയെ വിടുവിക്കോ. ആലലി ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നിന്റെ തലമുറയെ മടക്കിക്കൊണ്ടുവരും. ആ കെട്ട് പൊട്ടുവന്ന് നീ വിഷയത്തെ ഏറ്റെടുത്ത് ആത്മാവിൽ പോരാടാൻ ദൈവസന്നിധിയിലേക്ക് കയറുക. നിന്റെ നന്മയുടെ വഴികളെ, നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതകളെ, നിന്റെ ജീവിതത്തിന്റെ സമാധാനത്തെ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, ഏതൊക്കെയോ മേഖലകൾ കെട്ടപ്പെട്ടതുപോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഇനി വിടുതൽ ഉണ്ടാകുമെന്ന് ഇല്ല, വിടുതൽ ലഭിക്കുമോ എന്ന് ചിന്തിച്ച്, വിടുതൽ ലഭിക്കത്തില്ലെന്ന് ചിന്തിച്ച് നീ നിരാശപ്പെടണ്ട. ദൈവം പറയുന്നു, ആത്മാവിൽ പ്രതികരിക്കാൻ ദൈവസന്നിധിയിലേക്ക് കയറി വന്ന് ആത്മാവിൽ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, നാളുകൾ പഴക്കമുള്ള ബന്ധനത്തെ എന്റെ ദൈവം പൊട്ടിച്ച് പുറത്തെടുക്കും. ധീരാമാന ശബ്ദൽ ഖൗഡബദനെ. 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 25-ാമത് വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, ഇവിടെ ഒരു പദം എഴുതിയിരിക്കുന്നത് കണ്ടോ? തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്നത്, അവർ പാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അർത്ഥം ഇതാണ്: പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? അടുത്തെഴുതിയിരിക്കുകയാണ്: കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. എല്ലാവരുടെയും ചങ്ങല എന്ത് ചെയ്യുന്ന? അവരഴിച്ചെന്നല്ല, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും, താനെ അഴിഞ്ഞുപോയി. അങ്ങനെയെങ്കിൽ ഭൂതഗ്രസ്തന്റെ കരത്തിൽ ബന്ധിച്ചിരുന്ന ചങ്ങലയെ അവൻ ഉരുമി പൊട്ടിച്ചു. വിലങ്ങിനെ ഉരുമി പൊട്ടിച്ചു. ചങ്ങലയെ അവൻ വലിച്ചു പൊട്ടിച്ചു. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ വലിച്ചു പൊട്ടിക്കണ്ട, പ്രാർത്ഥിക്കുന്നവൻ ഉരുമി പൊട്ടിക്കണ്ട. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചങ്ങലകൾ താനെ വീഴും. നീ
പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബന്ധനങ്ങൾ താനെ പൊട്ട്, നീ പോലും അറിയാതെ നിന്റെ വിടുതലുകൾ നിന്റെ ഭവനത്തിനകത്ത് ചലിച്ചു തുടങ്ങും. ആ വിടുതലുകൾ ചലിച്ചു തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ നിയോഗത്തെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നിരാശരായിരിക്കാതെ, വാതിലൊക്കെ അടഞ്ഞു പോയല്ലോ, ഇനി ഒരു രക്ഷയും ഇല്ലല്ലോ കർത്താവേ എന്ന് ചിന്തിച്ച് നിരാശയായിരിക്കാതെ സഹോദര, നിരാശയിരിക്കാതെ സഹോദരി, നിരാശയിരിക്കാതെ ദൈവദാസനെ, നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകളെ തുറന്നു തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം നീ അതിനു വേണ്ടി ശ്രമങ്ങളൊന്നും നടത്തണ്ട. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാക്, ആത്മാവിൽ പ്രതികരിക്കാൻ തയ്യാറാക്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. കണ്ണുകളടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങൾ അഴിയുമോ? പ്രാർത്ഥിച്ചാൽ ബന്ധനം അഴിയും. പ്രാർത്ഥിക്കേണ്ട രീതിയിൽ ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ കയറി വന്ന് പ്രാർത്ഥിച്ചാൽ ബന്ധനം അഴിയും, കെട്ടുകൾ പൊട്ടും, ചങ്ങലകൾ അഴിയും, ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകൾ തുറക്കും. പരിശുദ്ധ നല്ല കർത്താവേ, ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശത്തെ ആരെല്ലാം വിശ്വസിച്ച് ഏറ്റെടുത്തിട്ടുണ്ടോ ആ കുടുംബങ്ങൾക്കകത്ത് വലിയൊരു വിടുതൽ, വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ഇപ്പോൾ തന്നെ അങ്ങ് അവിടെ നിന്ന് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വസിച്ച് ഈ ദൂത് ഏറ്റെടുത്ത അങ്ങയുടെ മക്കളെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ, ദൈവകൃപയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ, നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തലമുറകൾ, നാളുകളായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിതത്തിൽ കർത്താവേ നിരാശകൾ മാത്രം കണ്ട്, ദാരിദ്ര്യങ്ങൾ മാത്രം കണ്ട്, കഷ്ടതകൾ മാത്രം അനുഭവിച്ച് ഈ ജീവിതത്തെ ജീവിതം മടുത്തു ജീവിക്കുന്ന ചിലരെ, ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പ്രാർത്ഥനാ ജീവിതം ബന്ധിക്കപ്പെട്ട പോലെ കിടക്കുന്നു എന്ന് ഹൃദയത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ റിലീസാകട്ടെ, വ്യക്തികൾ റിലീസാകട്ടെ. ഇപ്പോൾ തന്നെ ദൈവാത്മാവ് അതിന്റെ മീതെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി കുടുംബങ്ങളെ, തലമുറകളെ, വ്യക്തികളെ ബന്ധിച്ച് വച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ച് ദൈവിക വിടുതലുകളെ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ വിടുതലുകളെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ വരും ദിവസങ്ങളിൽ ദൈവം അവിടെ നിന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ തന്നെ ദൈവം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.